ഹായ് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നൊരു ഹൈഡ് ആൻഡ് സീക്ക് ബ്ലൈൻഡ് ടെസ്റ്റ് ബ്ലൈൻഡ് ടെസ്റ്റ് അല്ലേ? ഓക്കെ, ബ്ലൈൻഡ് ടെസ്റ്റ് ചലഞ്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ കണ്ണ് കെട്ടിയാല് ഞാൻ പറയണോ? അല്ല, കണ്ണിട്ട് നിങ്ങൾ കണ്ണിട്ടിട്ട് ഞാൻ 5 സാധനം വെക്കും. അത് എന്തൊക്കെയാ? അത് കണ്ണ് കെട്ടിയിട്ട് ഞാൻ തൊട്ട് നോക്കിയിട്ട് അതിനെ പറ്റി പറയണം, എന്താന്നുള്ളത് പറയണം. അതേമാതിരി തന്നെ നേരെ ഓപ്പോസിറ്റും. ഇനി അപ്പോ അതില് ഫെയിൽ ആവാണെന്നുണ്ടെങ്കിൽ അതിൽ ഇനി തോൽക്കുന്ന ആൾക്കാണെങ്കിൽ എന്താണ് ഈ നാരങ്ങ പിഴിഞ്ഞിട്ടുള്ളൂ. ആ തൊലിയോടുകൂടി ആരും കടിച്ചു തോന്നുന്നില്ല. ഇല്ല അത്ര കോൺഫിഡൻസ് ആണ്, അതാണ്. അപ്പോ സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ചലഞ്ചിലേക്ക് പോവാം. അല്ല, നമ്മള് എടുത്ത ഐറ്റംസ് എന്തൊക്കെ പറഞ്ഞില്ലല്ലോ. ഇല്ല, അതങ്ങനെ പറയാൻ പാടില്ലല്ലോ. അതിങ്ങനെ അത് നമ്മൾ ചെയ്യുന്ന സമയത്ത് തന്നെ. അല്ല, അങ്ങനെയല്ല പറഞ്ഞേ. നിങ്ങള് എന്തൊക്കെ എടുത്തുവെച്ചാന്ന് ഞാൻ കണ്ടില്ല. അതങ്ങനെ തന്നെ ഉള്ളു. പിന്നെ കണ്ണുപോയിട്ട് വിവരക്കേടാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ചലഞ്ചിലേക്ക് പോലെ. അപ്പൊ നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ബ്ലൈൻഡ് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം കേട്ടോ. ഫസ്റ്റ് ശരിയുണ്ട കാണുന്നുണ്ടോ? അപ്പൊ നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഹായ് ഗൈസ്, അപ്പോ അവർക്കുള്ള പണിയായിട്ടാണ് വന്നിട്ടുള്ളത്. ചിന്നൊരു സാധനമാണ്. നോക്കിയോ, നമുക്ക് നോക്കാം എന്താന്നുള്ളത്. ഇതൊന്നും പറയില്ല. പണി തന്നാ ഇതെന്താണ്? ഇത് കാരക്കന്റെ കൂര. അപ്പോ ഫെയിലായിരിക്കുന്നു. അപ്പോ തോറ്റിട്ടുണ്ട്. തുറന്നോക്കിയോ. അതന്നെ, വിറ്റാമിൻ ഇന്റെ ഗുളികയാണിത്. ഡൗട്ട് ഉണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞിട്ടില്ല. എന്താ ഈ കണ്ടെത്തി എന്താ വെച്ചാൽ ഇത് ബാക്കിൽ ഒരു ഉണ്ടായോണ്ടാണ് പ്രശ്നം. ടൈറ്റ് ആയി കെട്ടണം. അപ്പോ രണ്ടാമത്തത് ഓക്കെയാണ്, നൂലാണ്. അപ്പൊ കെട്ടയക്കണ്ട. രണ്ടാമത്തെ നൂലാണ്. അപ്പൊ ഞാൻ ഫെയിലായി. 1-0 കേട്ടോ. നെക്സ്റ്റ് കൊടുക്കാൻ പോണ ഇതാണ്. ഓക്കെ, പുളി 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 പൊളി. അപ്പൊ അതിലും ഫെയിലായിരിക്കുന്നു ഞാൻ. അപ്പൊ അതും കഴിഞ്ഞു, അതിന്റെ തീരുമാനമായി. ഇനിയിപ്പോ അടുത്തെടുക്കാൻ പോണം. അപ്പൊ നെക്സ്റ്റ് ഇതാണ് കൊണ്ടുവെക്കാൻ പോണം. കടലാസിലൊക്കെ ഇട്ട് സൗണ്ട് ശരിക്കും കണ്ണ് പൊട്ടിയില്ലേ? പൊട്ടില്ലേ? അതാ നെക്സ്റ്റ് ഇതാ കൊടുത്തിട്ടുണ്ട്. ഓ ഒന്നുമല്ല, ഈ വേഗം എടുത്തോട്.
ഇതിലുണ്ടായിനെ ഇതിലൊന്നുമില്ല. നീ തൊട്ട് കഴിഞ്ഞേ. തൊട്ടോ? ആ ഇതോ? ആ ഇതെന്താ? ഇതിലുണ്ടോ? ആ ഉണ്ട്. അതന്നെ തൊട്ട് സാധനം തന്നെ. പക്ഷെ എനിക്ക് തൊട്ട പോലെ ഒന്നും തോന്നുന്നില്ല. അതന്നെ, ഇതാണ് സാധനം. അതാണ് സാധനം. ഇതോ? ഇതെല്ലാം നമ്മളെ ഇത് ന്യൂഡിൽസോ? ഇതെന്തൊക്കെ? പറഞ്ഞോ. എന്തോ വൃത്തിയുടെ സാധനം. വൃത്തിയിട്ടോ? ഇതെന്താ? വേഗം പറ, ടൈമില്ല. എനിക്കറിയില്ല. അറിയില്ല. അപ്പോ ഇതിലും തോറ്റിരിക്കുന്നു. അപ്പോ സംഗതി ഗൈസ് എന്ത് വേണം നോക്കാം. എന്നുണ്ടെങ്കിൽ കണ്ടോ, ഇത് പല്ലിന്റെ വാലാണ്. അല്ലല്ല, പല്ലിന്റെ വാലാണ് സാർ. അപ്പൊ ഗൈസ് പല്ലിന്റെ വാല് ടെസ്റ്റ് ചെയ്ത് നോക്കി, പക്ഷെ എന്തെങ്കിലും തൊട്ട് നോക്കി, പക്ഷെ മനസ്സിലായിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് ആ പല്ലിന്റെ വാലായതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ ആ ടിഷ്യൂ എടുത്ത് പുറത്തേക്ക് കളഞ്ഞു. ഇനിയിപ്പോൾ അടുത്തതാ കെട്ടാൻ പോകണം. ഇതേപോലത്തെ എന്തൊക്കെ ഉള്ള ആൾക്കില്ല. പുളിയാ? പുളി? പുളിയാ? ഒറ്റ പ്രാവശ്യം പറയാൻ പറ്റുള്ളൂ. പുളി. പുളി. അപ്പൊ ഇതിലും തോറ്റിരിക്കുന്നു. ഇത് മറ്റേ എട്ടുകാലിയാണ്. എട്ടുകാലിയാണ് പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ട്. ഇത് എന്താ, കാരക്കന്റെ ഉണ്ടാണ്. അപ്പോ 3-2 കേട്ടോ. 3 ലോസായി. കാരക്കന്റെ ഉണ്ട. കാരക്കന്റെ കുരുവല്ല, കാരക്കന്റെ ഉണ്ട. നമ്മള് കാരക്ക ഇങ്ങനെ പേസ്റ്റ് ആയിട്ട് ഒരു ബോക്സിലൊക്കെ ഇട്ടില്ലേ, അതേമാതിരി അതിന്റെ ഒരു പോർഷൻ ആണ് അടുത്തത്. അപ്പോ ഇതില് ഫെയിലായിരിക്കുന്നു. അപ്പൊ 3-2. ഓക്കെ, എനിക്ക് തരാൻ പോണു എങ്ങനത്തെ പണിയാണോന്ന് അറിയില്ല. അപ്പൊ ഓക്കെ, അപ്പൊ ഇനി സിലുവിന്റെ ചലഞ്ച്. ഓക്കെ, അപ്പൊ ഞാനൊന്ന് കൈ വാഷ് ചെയ്തിട്ട് പോരാ. ഇനി അടുത്തത് കാണാ. എന്താ കാണാവോ ഇനി കാണേണ്ടത്? കള്ളകളി കളിക്കില്ല. എന്റെ വായ മൂടാൻ പാടില്ല, പിന്നെ ഞാനൊന്നും പറയില്ല. ഓക്കെ, മുൻവൈരാഗ്യമുള്ള കാര്യം തോന്നുന്നു. കാണുന്നില്ലല്ലോ, ഒന്നും കാണില്ല. വെച്ചോ. ജീവുള്ളതിനൊന്നും വെക്കരുതേ. ഇല്ല, ക്യാമറയിലേക്ക് ഒന്ന് കാണിച്ചു കൊടുക്ക എന്താന്നുണ്ടോ. ഇത് കടുക്കയാണ്, കടുക്ക. നമ്മളവിടെ കടുക്കാന്ന് പറയും. നമ്മളെ ഭാഗത്തേക്ക് ഇതിനെ കടുക്കാന്ന് പറയും. ഇവരുടെ ഭാഗത്തേക്ക് എന്താ പറയില്ല അറിയില്ല. ഇതാണ് എന്താണ്, കണ്ണുറക്കട്ടെ.
അല്ലല്ലോ ഫസ്റ്റ് തന്നെ കടുക്ക. ഉറപ്പാ? ആ എന്നാ കണ്ടോ. എന്നാ തുറക്ക്. എന്താ ഇതിനെ നിങ്ങളെ ഭാഗത്ത് കടുക്കാന്ന് പറയും. ഇത് തൊട്ട് നോക്കിയപ്പോ കടുക്കമായി തോന്നി. ഇതെന്തത്? ഇതാണ് കാന ഭാഗത്തുള്ളവരൊക്കെ ഇതിനെ കടുക്കാന്നാ പറയുന്നത്. ഞങ്ങളും അങ്ങനെ പറയല്ലേ. കൂടുതൽ തൊട്ട് നോക്കാന്നില്ല, ചിലപ്പോ വല്ല ജീവുള്ള വസ്തുക്കളാണെങ്കിലോ വിചാരിച്ചിട്ടേ മെല്ലെ തൊട്ട്. പക്ഷെ കടുക്കൊരു ഷേപ്പ് ഉണ്ടായിരുന്നു അതിന്. അപ്പൊ ഓക്കെ, അപ്പൊ ഒന്നില് ഫെയില്. ഈ കാണുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറയില്ലേനോ അത് കടക്കല്ലോ. ഞാനിത് നമ്മളെ ഭാഗത്തേക്ക് കടുക്കാന്നാണ് പറയല്. ഇനി നിങ്ങളെ ഭാഗത്തേക്ക് എന്തൊക്കെ ചോദിച്ചാൽ അതിന് കമന്റ് ചെയ്യണം എന്നൊക്കെ പറയണം വിചാരിച്ചു. പക്ഷേ എന്താണ് ഗൈസ്, എന്തോ ഒരു പണിയുണ്ട്. സെയിം സാധനം തന്നെ വെക്കാൻ പാടില്ലേ? ഇല്ല. ഇത് വാച്ചാണല്ലോ. ഇത് വാച്ചാണ് ഗൈസ്, വാച്ച്. ഇത് നമ്മ എല്ലാ ഭാഗത്തും അങ്ങനെ തന്നെ പറയാ, വാച്ച് തന്നെ പറയാ. അപ്പോ ഒന്ന് ഇതെന്തോ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സാധനമാണ്. അതിട്ടപ്പോ തന്നെ മനസ്സിലായി. ആ ഇത് ക്ലിപ്പ്. ക്ലിപ്പ്. അപ്പൊ 2, 1. എന്തോ അടപ്പ് തുറക്കുന്ന ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. എന്തോ ഒരു ജീവനുള്ള സാധനത്തിനെ ഒരു പാത്രത്തിനുള്ളിലാക്കി, ചത്തതിനെ പാത്രത്തിനുള്ളിലാക്കിയതാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് വെകുന്നില്ല ഗൈസ്. അതിന്റെ സൈഡ് കൊണ്ട് ടിഷ്യൂ പേപ്പറിന്റെ ഒരു സൈഡ് എടുത്തിട്ട് താഴത്ത് ഇടുന്നുണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നത് ഒരു 8 കാലി അങ്ങനെ ആയിരിക്കാന്നാണ്. റെഡിയായോ? വീകണില്ല, അതാ ഞാൻ പറഞ്ഞില്ലേ, ഒട്ടിപ്പിടിച്ച് കിടക്കാണ്. റെഡിയായോ? നീ എത്ര എണ്ണം പറഞ്ഞു? 2 എണ്ണം അല്ലേ? സെയിം ആയില്ലേ? 2 എണ്ണം. ഫസ്റ്റ് ഗുളിക പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ വെച്ചോ? എന്താണ്? അപ്പൊ എന്തോ ഒരു മോശപ്പെട്ട സാധനമാണ്. ഇത് മാലല്ലേ? മാലാണ് ഗൈസ്, മാല. അപ്പൊ മാല. അപ്പൊ 3, 2. അപ്പൊ ഞാൻ ചെന്ന ചേച്ചി അല്ല, എനിക്ക് 3. എനിക്ക് എങ്ങനെ 3 വരാ? ഞാൻ 3 പറഞ്ഞേ. ഏതൊക്കെ? ഏതൊക്കെയാ നമുക്ക് അടുത്തേക്ക് പറഞ്ഞ.
അപ്പൊ 3-2 കേട്ടോ. ഇനി 2 വെക്കാണ്ട്. ഇനി ലാസ്റ്റത്തെ വേണോ? ഇത് ലാസ്റ്റത്തെ ആ ലാസ്റ്റ് വലിപ്പം അവിടെ അല്ല. ആ സോറി. ഇതെന്തോ ഒരു വെള്ളം ഒഴിച്ചിട്ട മാതിരി ഒരു നനവ്. എന്തായാലും ഞാൻ പറയാൻ സാധ്യത വളരെ കുറവാണ്. ആ ഇത് ഗൈസ് ഇത് 8 കാലി. കാര്യമൊന്നുമല്ല, നല്ല തൊടി. അപ്പൊ പറയാതിരിക്കാൻ വേണ്ടിട്ടേ, തൊടാതിരിക്കാൻ വേണ്ടിട്ട്. അല്ലല്ല 8 കാലിയാണ്. ഭയങ്കര പഞ്ഞമാതിരി. 8 കാലി മഞ്ഞ മാതിരിയാ? എനിക്കറിയില്ല, ഞാൻ തൊട്ടിട്ടില്ല, എനിക്ക് പേടിയാ. ഇങ്ങനെ പേടിക്കണേ? നോക്കട്ടെ അതിന്റെ കാലം കണ്ടോ? കാല് കഴിയൊന്നും കാലില്ലാതെ ഉരുണ്ടോ? ഇതോ എന്തൊക്കെയാ? ജീവനില്ലല്ലോ. ഇല്ല. ആ ഓക്കെ, അങ്ങനെയാണെങ്കിൽ പറയാം. എന്തായിരിക്കും നല്ല തൊടി, നല്ല മനസ്സിലായി. അങ്ങനെ തൊടണ്ട, ചിലപ്പോ തുപ്പി വരെ വെക്കും. ആ പറ്റൂല, സ്മെല് ചെയ്ത് നോക്കാൻ പറ്റൂല. ഇല്ല. പറയാ പറഞ്ഞ മനസ്സിലാവേണ്ടത്. എന്നാലും എന്തേ മൃഗങ്ങളാണോ? ചെറിയൊരു എന്തെങ്കിലും ചെലന്തിയോ ഒന്നാത്തനോ 1000 കാലോ? അത് 3 ഒന്നല്ലേ? അതൊന്നല്ല. അപ്പൊ ഒരു സമാധാനത്തിൽ തൊടാം. ഇതൊന്ന് പഞ്ഞി മാതിരി. ഞാൻ തൽക്കാലം ബബിൾക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയുന്നു. അല്ല, ബബിൾ നല്ലതോടി. ഇല്ല, കഴിഞ്ഞു. ബബിൾക്കോ ഇല്ല, എടുക്കൂല. ബബിൾക്കോ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല. ഇനി നോക്കട്ടെ. ഇതെന്തത്? ഇതെന്താ അറിയോ? മണ്ണിര. മണ്ണിര. അല്ലെന്താ, ഒരു പ്രശ്നമില്ല. മണ്ണിര ഞങ്ങളൊക്കെ മണ്ണില് പണിയെടുക്കുന്ന ആൾക്കാരല്ലേ ഗൈസ്. മണ്ണിര കേട്ടത് കാണിച്ചിരുന്നോ? കാണിച്ചു കൊടുത്തിനോ? ഇതാ മണ്ണിരാണ്. ഇതിന് പ്രശ്നമൊന്നുമില്ല, അതിനെ തൊട്ടി വെച്ചിട്ട്. നല്ല ഫ്രഷ് ഉള്ളു. ഇത് ബോട്ടിലാക്കിയതിന്. അപ്പൊ ലാസ്റ്റിലേക്ക് വെച്ചെങ്കില് ബോട്ടിൽ തുറക്കണണ്ടപ്പോ ഇത് ഞാൻ കയ്യിലോണ്ട് പിടിക്കണം. നടക്കണ കാര്യം. അപ്പൊ അങ്ങനെ ചലഞ്ചിങ് കഴിഞ്ഞിരിക്കുന്നു. ഇത് ജയിച്ച സ്ഥിതിക്ക് ആരാ ജയിച്ചത്? സെയിം ആണോ? രണ്ടാളും സെയിം ആണ്. അപ്പൊ അതിനെ കൊണ്ട് ചലഞ്ചിങ് ഇതോടുകൂടി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇനി സാധനം ഇല്ല, വെറൈറ്റി ഒളിപ്പിച്ച് വെക്കാൻ. ഇത് പുറത്തേക്ക് ചാടണം, ഉള്ളിലോട്ട് വെക്കണം. അല്ലാന്നുണ്ടെങ്കിലേ ഇനി ഇത് ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും ഇനി ഇവൾക്ക് ഇത് ഫ്രൈ ആക്കി കൊടുക്കാ വിചാരിച്ചിട്ട്. സ്പെഷ്യലായിട്ട് മണ്ണിന്റെ മണ്ണെന്നെങ്ങനെ പിടിച്ചത്? ഞാൻ പിടിച്ചതല്ല, പിന്നെ ഞാൻ പിടിപ്പിച്ച. ആരെക്കൊണ്ട്? കുഞ്ഞുമോളൊക്കെ ഇരിക്കും. ഓന് ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ്. ഇതാണ് രണ്ടാൾക്കും ഒരേപോലെ കിട്ടിയത്. ആ മാല ഞാൻ പറയും വിചാരിച്ചില്ല. വിചാരിച്ച് മാലേന്റെ സ്ഥാനത്ത് നിങ്ങള് വേറെ എന്തെങ്കിലും. ഒരു മിനിറ്റ്, എങ്ങനെ സെയിം ആവാ? ഞാൻ 3 പറഞ്ഞേ. ഏതൊക്കെ പറഞ്ഞു? ഒന്ന് ഈ പറയാത്തത് ഒന്ന് ഗുളിക, മറ്റത് വാല് പറഞ്ഞില്ല. ഗുളിക, വാല്, പിന്നെ മറ്റേതോ ലാസ്റ്റത്തെ ഇതോ ലാസ്റ്റ് എന്തേനു? ഇത് എന്തേനു പേര്? അപ്പൊ ജയിച്ചിട്ടുള്ളത് ഞാനാണ്. ജയിച്ചിട്ടുള്ളത് ഞാനാണ്. ഫസ്റ്റ് തന്നെ ഞാൻ 3 പറഞ്ഞിട്ടുണ്ട്. മാല, വാച്ച്, ക്ലിപ്പ്.
ഒരു 3 എണ്ണം പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ജയിച്ചിട്ടുള്ളത് ഞാനാണ്. അപ്പൊ ഇതിൽ ഞാൻ ഒരിക്കലും ജയിക്കൂല എന്ന് പറഞ്ഞത്, കാരണം ഈ സാധനം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അങ്ങനെ പറഞ്ഞോളൂ. ബാക്കിയുള്ളതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള എടുത്ത് അത്ര ബുദ്ധിപരമായിട്ടുള്ള ചിന്തിച്ചില്ല. അത് നിങ്ങൾ പറയുന്ന ഞാൻ വിചാരിച്ചില്ല. അതും ആ മാലയും അങ്ങനെ വിചാരിക്കരുത്, ഒരിക്കലും വിചാരിക്കരുത്. അതിനെ കൊണ്ടാണല്ലോ അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള സാധനം കൊണ്ടുവച്ചത്. അപ്പൊ അതിനെ കൊണ്ട് അപ്പൊ ഈ ഇതില് വിന്നർ ആയിട്ടുള്ളത് ഞാൻ തന്നെയാണ്. അപ്പൊ നമ്മളെ വീഡിയോ അതല്ല ഇതിടെ പണിഷ്മെന്റ് എടുക്ക് പണിഷ്മെന്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നാരങ്ങ കട്ട് ചെയ്തിട്ട് അത് അങ്ങനെ തന്നെ തിന്നണാണ്. നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനാണെന്നുണ്ടെങ്കിൽ അത് ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് കുടിക്കും. നമ്മളാണെന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ തന്നെ തിന്നുന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ അതിലേക്ക് തന്നെ ചലഞ്ച് പണിഷ്മെന്റിലേക്ക് നമുക്ക് പോവാട്ടോ. ഓക്കെ, തിന്നു നോക്കട്ടെ. ഇങ്ങനെ തന്നെ തിന്നു എനിക്കറിയില്ലല്ലോ. കട്ട് ചെയ്തിട്ട് ഇത്ര വലുപ്പമുള്ള പീസ് പൈസ ഒന്നുമില്ല. ഇത് കൊണ്ടുവന്ന് എന്തിനാ അറിയോ, ഇത് ഫുള്ളായിട്ട് തിന്നിക്കാൻ വേണ്ടിനാ. ഞാൻ വേഗം തിന്നോളൂ. ഫുള്ള് തിന്നണം. പിന്നെ എങ്ങനെയാണ് എനിക്കെങ്ങനെ ഇത് ഞാൻ ഒറ്റയടിക്ക് മുണങ്ങേണ്ടി വരും. തൊലി വരെ ഒഴിവാക്കാൻ സമ്മതിക്കൂല. നാരങ്ങ പിഴിഞ്ഞ് അങ്ങോട്ട് കൊടുക്കും. ഞാനൊരു കാര്യം പറയട്ടെ. പറയൂ. ഞാൻ ഇങ്ങക്ക് പകുതി തരാനാ വിചാരിച്ചേ. ഞാൻ അതേമാതിരി പകുതി പിഴിയണുള്ളൂ. പകുതി ഇത് അപ്പൊ ജയിച്ചിട്ടുള്ളത് ഞാനാണ്, തോറ്റിട്ടുള്ളത് സിലുവാണ്. അപ്പോ എന്താണ് പണിഷ്മെന്റിലേക്ക് പോകട്ടോ. പണിഷ്മെന്റ് അല്ലേ, സ്പെല്ലിംഗ് വ്യത്യാസമൊന്നുമില്ലല്ലോ. പണിഷ്മെന്റിന് വേണ്ടിട്ട് സാദരം ക്ഷണിച്ചു കൊള്ളുന്നു സിലുവിന്. സാദരം അത് പ്രസംഗത്തിനൊന്നും പോവാത്തതിനെ കൊണ്ടുള്ള ചെറിയൊരു പ്രോബ്ലം ആണ്, പ്രശ്നമാക്കണ്ട. നോക്ക, നല്ല പുണിയുണ്ട്, നല്ല സ്മെല്ലും ഉണ്ടാവും സാധനം. നല്ല നാടൻ നാരങ്ങാണ്. ടേസ്റ്റ് ഉണ്ട് പറഞ്ഞിട്ട് ഇറക്കണില്ല, ഇവിടെ വെക്കണുള്ളൂ. വീഡിയോ ഓഫ് ആക്കിയതിന് ശേഷം കൊണ്ട് ഇറക്കിയോ? ഓക്കെ. അപ്പൊ അങ്ങനെ പണിഷ്മെന്റിന്റെ തീരുമാനമായി. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് നിങ്ങളെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, പിന്നെ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.